ഹലോ യൂട്യൂബ്, വെൽക്കം ടു അനദർ വീഡിയോ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനെന്നുള്ളത് നമ്മുടെ വൈറ്റിലുള്ള ഹുസ്ക്വർണ KTM-ലാണ്. നമ്മുടെ പുതിയ വിറ്റ്പിലിൻ 250 നമ്മുടെ കൊച്ചി ഷോറൂമിൽ വന്നിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു ടെസ്റ്റും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബിഗ് താങ്ക്സ് ടു വൈറ്റില KTM 4 എന്താ പറയുക, അവരുടെ ഒരു വണ്ടി നമുക്ക് ചെറിയ ടെസ്റ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ബിഗ് താങ്ക്സ് ടു ദം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇരിക്കുന്ന പുതിയ വിറ്റ്പിലിൻ മോഡൽസ്. കംപ്ലീറ്റ്ലി വിറ്റ്പിലാണെങ്കിലും സ്വാട്ട് പില്ലാണെങ്കിലും കംപ്ലീറ്റ് മാറി. നേരത്തെ വിറ്റ്പിലിൻ സ്വാട്ട് പിൽ എന്ന് പറയുന്നത് 250 ബേസ്ഡ് ആണ്. ഇപ്പോൾ മാറിയിട്ടുണ്ട്. വിറ്റ്പിലിൻ എന്ന് പറയുന്നത് 250 ബേസ്ഡും സ്വാട്ട് പിലിൻ എന്ന് പറയുന്നത് 401 നമ്മുടെ 390 ബേസ്ഡോടെ കിടക്കുന്നുണ്ട്. 390 ബേസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ വണ്ടി വിഷ്വലി മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോനെ ഒരു രക്ഷയില്ലട്ടോ. നിങ്ങൾ പഴയ ഹുസ്ക്വർണ നേരിട്ട് കണ്ട ആളാണെങ്കിൽ അടിമുടി മാറിയിട്ടുണ്ട്. ഐ മീൻ എസ്പെഷ്യലി ഈ ഒരു സൈസാണ് മാറിയത്. നമ്മുടെ പ്രീവിയസ് ഹുസ്ക്വർണയുടെ ഏറ്റവും വലിയ കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ പലരും പറയും ഭയങ്കര സീറ്റായിട്ടായിരുന്നു, അതാണ്. പക്ഷേ മെയിൻ ഇഷ്യൂ അതൊന്നുമല്ല, വണ്ടിയുടെ ഒരു വലിപ്പക്കുറവ് തന്നെയാണ്. നമ്മൾ വണ്ടിയിൽ കയറിയിരിക്കുമ്പോഴത്തേക്കും നമ്മളെ കാണുള്ളൂ, വണ്ടി കാണില്ല. ഭയങ്കര കുട്ടി വണ്ടിയായിരുന്നു. അപ്പോൾ അതൊക്കെ അവർ മാറ്റിയിട്ട് കുറച്ച് ബീഫെയർ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി വീൽ ബേസ് കുറച്ച് കൂടുതൽ തോന്നുന്നുണ്ട്. പിന്നെ ഒരു ടാങ്കൊക്കെ അവർ അത്യാവശ്യം കണ്ടോ കുറച്ചൊക്കെ തള്ളിയിരിക്കുന്ന പോലത്തെ ഒരു വലിപ്പം കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വലിപ്പം കൂട്ടിയിട്ടുണ്ട്. അത് കൂടാണ്ട് തന്നെ ഹെഡ്ലൈറ്റ് യൂണിറ്റ് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് കാണാനാണെങ്കിൽ പഴയതായിരുന്നു. കാരണം ഭയങ്കര മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു LED ഹെഡ്ലൈറ്റായിരുന്നു പഴയം വെച്ചത്. ഇപ്പോൾ അത് മാറിയിട്ട് അത്ര വലുതല്ല, എന്നാലും കുറച്ച് വലിയൊരു ഹെഡ്ലൈറ്റ് വന്നിട്ടുണ്ട്. നല്ല വലുതാണ്, പ്രീവിയസ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നല്ല വലുതാണ്. ഉള്ളിലാണെങ്കിൽ ഒരു ഹുസ്ക്വർണ ബ്രാൻഡ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ പഴയ ആ ഒരു റിങ്ങില്ലേ അതങ്ങോട്ട് പോയി. പിന്നെ ഇൻഡിക്കേറ്റേഴ്സൊക്കെ സെയിം ആണ്, ആ പഴയ ഹുസ്ക്വർണയുടെ ഇൻഡിക്കേറ്റേഴ്സാണ്. പിന്നത്തെ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര മാസീവായിട്ടുള്ളൊരു ഗ്രാമ്പറിൽ വന്നിട്ടുണ്ട്. ഞാൻ ഒരു വീഡിയോയിൽ ഇത് പറയണം കേട്ടില്ല, പക്ഷേ ശരിക്കും ഇത് ഭയങ്കര, ഈ വണ്ടി നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര ഒരു ആഫ്റ്റർ തോട്ട് പോലെ തോന്നുന്നുണ്ട്. പക്ഷേ നൈസാണ് കേട്ടോ. തറയിൽ തെറിച്ച് പോവില്ല, നല്ല പൊങ്ങിയിരിക്കുന്നുണ്ട്. പില്ലം തെറിച്ച് പോവില്ല, നല്ല സ്ട്രോങ് ആയിട്ട് പിടിച്ചിരിക്കാനും പറ്റും. പിന്നത്തെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് പഴയ വിറ്റ്പിലിനായാലും സ്വാട്ട് പിലിനായാലും നമുക്ക് ഇൻഡിക്കേറ്ററും നമ്പർ പ്ലേറ്റ് ഐഡിയും വരുന്നത് ഇവിടെ ആയിരുന്നു, അതായത് ഹഗ്ഗറിലായിരുന്നു. പക്ഷേ ഇത് മാറി തിരിച്ചവർ മേളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പലരും പറയും അത് ബോറായി, പഴയതായിരുന്നു രസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ഹുസ്ക്വർണ ഓണേഴ്സ് കംപ്ലയിൻറ്റ് പറഞ്ഞു. ലൈക്ക് അതങ്ങനെ വെച്ചിട്ട് ചെളി അടിച്ച് സീറ്റിലേക്കും റൈഡറിൻ്റെ പുറത്തേക്കും തെറിക്കുന്നതെന്ന് ഒരുപാട് പേര് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടാണ് അവരിത് റിസോൾവ് ചെയ്ത് ഇങ്ങനെ ആക്കിയത്. അല്ലാണ്ട് ഒരു ലുക്കിൻ്റെ ബേസിലല്ല. കാരണം ഇതൊക്കെ ഇതിൽ വന്നിരുന്നു കഴിഞ്ഞാൽ ഒരു ലോങ് ടൈം ആകുമ്പോഴത്തേക്കും ഈ സീറ്റൊക്കെ ഡാമേജ് ആവും. ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഒരു വണ്ടിയില്ല, ഒരുപാട് ചെളി തെറിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സീറ്റ്സ് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. സീറ്റ്സിൻ്റെ കളർ ബ്ലാക്കിൽ നിന്ന് ഒരുമാതിരി യെല്ലോയിഷ് ആയിപ്പോവും. അപ്പോൾ അതൊക്കെ റിസോൾവ് ചെയ്യാനായിട്ട് ഈ ഒരു കേസിൻ്റെ കളറൊക്കെ ആയിപ്പോവും. അപ്പോൾ അത് റിസോൾവ് ചെയ്തിട്ടാണ് അവർ ആ ഒരു ഹഗ്ഗർ മാറ്റിയിട്ട് തിരിച്ച് മേളിൽ തന്നെ കൊണ്ടുവന്നത്. പിന്നത്തെ എന്താണ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഷാസി അടക്കം മാറി. ഞാൻ പറഞ്ഞു ഇപ്പം നമ്മുടെ ഡ്യൂക്ക് 250 അല്ലെങ്കിൽ ഡ്യൂക്ക് 390 കണ്ടുന്ന ആ ഒരു സെയിം ഷാസിയാണ്. പറ്റിയ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്യൂക്ക് 250 ആകുമ്പോഴത്തേക്ക് ഒരു അലുമിനിയം സബ്ഫ്രെയിമാണ് വരുന്നത്. ഇതായിരിക്കുന്നു നമുക്കൊരു ബോൾട്ടോൺ അലുമിനിയം സബ്ഫ്രെയിമാണ് വരുന്നത്. പക്ഷേ ഇതിനാകുമ്പോഴത്തേക്കും ഇങ്ങനെ അലുമിനിയം സബ്ഫ്രെയിം അല്ല, ഒരു നോർമൽ സബ്ഫ്രെയിമാണ് വരുന്നത്. സ്റ്റീലാണ്. ഐ ഡോണ്ട് തിങ്ക് അത് അഴിക്കാനും കൂടി പറ്റില്ല. ബോൾട്ടോൺ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, കറക്റ്റ് മീ ഇഫ് ഐ ആം റോങ്. പിന്നത്തെ ഒരു ഡിഫറൻസ് പറയുന്നത് ആ ഒരു പുതിയ എഞ്ചിനാണ്. ഞാൻ ഡ്യൂക്ക് 250 എഞ്ചിൽ പറഞ്ഞൊരു തെറ്റായിട്ടുള്ള കാര്യമാണ്. ഞാൻ ആ ഡ്യൂക്ക് 250 എഞ്ചിൻ പറഞ്ഞത് 249 cc DOIC എഞ്ചിൻ ഞാൻ പറഞ്ഞു, പക്ഷേ ആക്ച്വലി റോങ് ആണ്. പുതിയ ഡ്യൂക്ക് 250 ആക്ച്വലി സിംഗിൾ ഓവർഹെഡ് ക്യാമാണ്. അതെ, DOIC മാറിയിട്ട് ഇപ്പോൾ SOIC ആയി. ഇതാണ് നമ്മൾ പുതിയ ഡ്യൂക്ക് 250. അപ്പോൾ അത് മാറിയിട്ടുണ്ട്. അപ്പോൾ പവർ എന്ന് പറയുന്നത് അറൗണ്ട് 31 PS ആണ്. ടോർക്ക് എന്ന് പറയുന്നത് അറൗണ്ട് 25 Nm ടോർക്കാണ്. ഞാൻ എക്സാക്ട് താഴെടാം. നമുക്കൊരു സ്ലിപ്പർ ക്ലച്ച് ആൻഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോഴത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു മേറ്റ് 2 ബോക്സ് വിത്ത് സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വണ്ടിക്ക് ക്വിക്ക് ഷിഫ്റ്റർ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ ഞാൻ കാണുന്നില്ല. യെസ്, ക്വിക്ക് ഷിഫ്റ്റർ സ്റ്റാൻഡേർഡ് ആണ് ഈ വണ്ടിക്ക്. നമുക്ക് ഈ വണ്ടിക്ക് പുതിയ അപ്ഡേറ്റിൽ കൊണ്ടുവന്നതാണ് ഡ്യൂക്ക് 250 പോലെ തന്നെ ക്വിക്ക് ഷിഫ്റ്റർ വരുന്നുണ്ട്. പിന്നെ റൈഡ് മോഡില്ല, പക്ഷേ ABS മോഡുണ്ട്. അതായത് നമുക്ക് ഈ വണ്ടി റോഡും സൂപ്പർ മോട്ടോ എന്ന് പറഞ്ഞിട്ട് 2 മോഡൽ അവൈലബിൾ ആണ്. സിംപ്ലി പറയുവാണെങ്കിൽ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ABSും വർക്കാവും. സൂപ്പർ മോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നെയിം സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ റിയർ ABS ഓഫ് ആവും, ഫ്രണ്ട് ABS മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അത് ആദ്യം എനിക്കൊന്ന് ഡ്യൂക്ക് 390 അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഇപ്പോൾ ഡ്യൂക്ക് 250 വന്നിട്ടുണ്ട്. പിന്നെ എന്നാ പറയുക, വിഷ്വലി പറഞ്ഞു കേട്ടോ, നല്ല വ്യത്യാസമുണ്ട്, നല്ല ഭംഗി വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടി സൈസായിട്ടുണ്ട്. എസ്പെഷ്യലി ഫെൻഡറൊക്കെ ഉണ്ടോ, ഒരു മോട്ടോ 3 മോട്ടോ 2G അതിലുള്ള ടൈപ്പുള്ള മാസീവായിട്ടുള്ള ഫെൻഡറാണ്. പിന്നെ അലോയ് വീൽസ് ചേഞ്ച് ആയിട്ടുണ്ട്. പഴയതായിട്ട് ഒന്നും ക്യാരി ഫോർവേഡ് ചെയ്യുന്നില്ല, പേരും മാത്രമേ ക്യാരി ഫോർവേഡ് ചെയ്യുന്നുള്ളൂ. അലയെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 6 സ്പോക്ക് അലയാണ് വരുന്നത് ഫ്രണ്ടിൽ. പിന്നെ ഇത് കാണുമ്പോൾ പലരും വിചാരിക്കും RCയുടെ മഡ് ഗാർഡ് എടുത്ത് വെച്ചേക്കുന്നത്, പക്ഷേ അല്ല. അടുത്ത് നോക്കി മനസ്സിലായി ഇത് RCയുടെ അല്ല, കുറച്ചും കൂടി ഹാങ്ങാണ്, കുറച്ചും കൂടി വ്യത്യാസം കാണാനായിട്ട്. കുറച്ച് രസമുണ്ട്, നേരിട്ടാണ് രസമുണ്ട്. ഫോട്ടോയിൽ എത്രത്തോളം ഭംഗിയാണെന്ന് എനിക്കറിയില്ല. ഫോട്ടോയിൽ ഐ തിങ്ക് 401ൻ്റെ ഫെൻഡറാണ് കുറച്ചും കൂടി ഭംഗി. പിന്നെ ഡിസ്ക് ഇപ്പുറ സൈഡിലായിട്ടുണ്ട്. ഡിസ്ക് നോക്കുകയാണെങ്കിൽ ഒരു 320 mm മാസീവായിട്ടുള്ള ഡിസ്ക് വരുന്നുണ്ട് വിത്ത് ബൈബിളുടെ കാലിപ്പർ ഇപ്പുറ സൈഡായിട്ടുണ്ട്. പിന്നെ
ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ ഒരു 43 mm മാസീവ് ആയിട്ടുള്ള USD4 വരുന്നുണ്ട്. പക്ഷേ അഡ്ജസ്റ്റും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് 401 390 മാത്രമേ കണ്ടോ. 390 ആണെങ്കിൽ നമുക്ക് 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഹുസ്ക്വറിനൊക്കെ വരുന്നില്ല, ഐ മീൻ 250 വരുന്നില്ല. മറ്റേ ഉണ്ട് കേട്ടോ, 401 ഉണ്ട്. പിന്നെ സൈസ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ നോക്കി നല്ല സൈസായിട്ടുണ്ട് വണ്ടി. നേരത്തെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 9.5 ആയിരുന്നു, അതിൽ നിന്ന് ഇപ്പോൾ 13.5 ആയിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ടാങ്ക് കപ്പാസിറ്റി കൂടി. പിന്നെ ഈ ഒരു പാനലൊക്കെ നല്ല രസമുണ്ട് കേട്ടോ, ശരിക്കും ഫ്ലോട്ട് ചെയ്തിരിക്കുന്ന ഒരൊറ്റ സിംഗിൾ പീസ് പോലെ വന്നൊരു പാനലും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ ബാക്കിൽ 250 ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. റിയർ പാഷൻ ഫുഡ് പാക്സ് അങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ആ ഒരു പുതിയ ഡ്യൂക്ക് സീരീസിൽ അവതരിപ്പിച്ച ഒരു ഓഫ്സെറ്റ് ആയിട്ടുള്ള മോണോഷോക്ക് വരുന്നുണ്ട്. ഇതിങ്ങനെ വയ്ക്കുന്നതിനുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂട്ടാൻ പറ്റി. അതോടുകൂടി തന്നെ നമ്മുടെ പഴയ ഹുസ്ക്വറിനൊക്കെ പറഞ്ഞ കംപ്ലൈൻ്റ് ആയിരുന്നു, വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് കൂടുതലായിരുന്നു. ഒരു അറൗണ്ട് 840 mm ആയിരുന്നു സീറ്റ് ഹൈറ്റ്. ഇപ്പോൾ അത് അവർ കുറച്ച് 820 ആക്കിയിട്ടുണ്ട്, വിച്ച് ഐ തിങ്ക് ഇപ്പോൾ നമുക്കിതിൽ ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റും. ഞാൻ കയറി എന്ന് കാണിച്ചിട്ട് എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5.9 ആണ്, എൻ്റെ വെയിറ്റ് അറൗണ്ട് 80 kg ആണ്. അപ്പോൾ ഞാൻ കയറി എന്ന് കഴിഞ്ഞാൽ എനിക്ക് ഹാഫ് ഫുട്ടാണെന്ന് പറയാം. കാരണം ഒരു ഭാഗം വണ്ടി കുറച്ച് സൈസ് ആയതുകൊണ്ട് മാത്രമാണ് ഹാഫ് ഫുട്ട് എന്ന് പറയുന്നത് കേട്ടോ. അല്ലാത്ത പക്ഷം എനിക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതാണ് വ്യൂ. എൻ്റെ മോനെ രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട് കാണാനായിട്ട്. ഹാൻഡിൽ ബാർ എന്ന് പറഞ്ഞാൽ വളരെ വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാറാണ്. ഹാൻഡിൽ കണ്ടോ, എന്നെ ഫേസ് ചെയ്തിരിക്കുന്ന ഹാൻഡിലാണ്. നമുക്ക് സ്വിച്ച് ഗിയറൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ഡ്യൂക്ക് 250 കണ്ടു വന്നാൽ അതേ സ്വിച്ച് ഗിയറാണ്. ഇവിടെ ഹൈ ബീം ലോ ബീം ഹസാർഡ് സ്വിച്ച് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഡ്യൂക്ക് 250 കണ്ടുവന്ന അതേ ഒരു ടോഗിൾ ചെയ്യാൻ, നമ്മുടെ കൺസോൾ ടോഗിൾ ചെയ്യാനായിട്ടുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ഹോൺ വരുന്നുണ്ട്, ഇവിടെ എൻജിൻ കിൽ സ്വിച്ച്, ഇവിടെ സ്റ്റാർട്ടർ. ഐ തിങ്ക് ഇത് അവർക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാമായിരുന്നു, എക്സ്ട്രാ ഒരു സ്പേസ് കൊടുക്കുന്ന നേരം ആ കിൽ സ്വിച്ച് അതും കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്യാമായിരുന്നു. പിന്നെ മാസ് സിലിണ്ടറൊക്കെ ഉണ്ടോ, അടിപൊളി മാസ് സിലിണ്ടറാണ്, .4 ആണ് വരുന്നത്. പിന്നെ ഈ വണ്ടിക്ക് ആയിക്കൂടി എനിക്ക് ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് തോന്നി, ഇത്രയും കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് ഒരു അഡ്ജസ്റ്റബിൾ ലിവറും കൂടി കൊടുത്താൽ എനിക്ക് നൈസായെന്നൊരു തോന്നലുണ്ട്. പിന്നെ എനിക്ക് മാത്രം തോന്നിയതാണെന്നറിയില്ല, ഇവിടെ ഒരു ഹോള്, അതായത് കോൺസെപ്റ്റിൻ്റെ അവിടെ ഒരു ഹോള് കിടക്കുന്നുണ്ട്. പോയതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ആ ഡ്യൂക്ക് 250 കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് കയറുന്നുള്ള വ്യൂ കേട്ടോ. നല്ല രസമുണ്ട്, ഇതൊക്കെ അടിപൊളിയാണ്, ഇതൊക്കെ മെറ്റലാണ്. ഇത് ഐ തിങ്ക് ഫൈബറാണ്. ആ ഈ ഒരു പീസ് മാത്രമേ പറ്റുള്ളൂ, ഈ ബ്ലാക്ക് പീസും ഈ ടാങ്കും മാത്രമേ പറ്റുള്ളൂ. പിന്നെ കീ കാണാത്തവർക്ക് ഇതാണ് പുതിയ ഹുസ്ക്വറിനയുടെ കീ. വാവ്, ഫാന്റാസ്റ്റിക്. പിന്നെ കൺസോൾ ഓണാക്കുകയാണെങ്കിൽ നമുക്കൊരു LCD കൺസോളാണ് വരുന്നത്. ഡ്യൂക്ക് 250 നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്, കാരണം എസെൻഷ്യലി സെയിം ആണ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീൻ ആണെങ്കിലും നമുക്കിവിടെ അത്യാവശ്യം വേണ്ട എല്ലാം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് RPM മീറ്റർ കാണാം, ഗിയർ പെർസെൻറ്റേജ് ഒക്കെ കാണാം. ഇപ്പോൾ കണ്ടോ, റിയർ ABS ഓഫ്, അതായത് ഞാനിപ്പോൾ സൂപ്പർ മോട്ടോയിൽ ഇട്ടേക്കുന്നത്. പിന്നെ ഫ്യൂൽ വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ നിൽക്കുവാണെങ്കിൽ, അത് ഈ ബട്ടണിൽ നിൽക്കുവാണെങ്കിൽ നമുക്ക് ABS, ബൈക്ക് ഇൻഫോ, ട്രിപ്പ് ഇൻഫോ, ലാപ്പ് ടൈമർ, സെറ്റിങ്സ് അങ്ങനെയുള്ള കാണാം. അതിൽ ABS നിൽക്കുവാണെങ്കിൽ നമുക്ക് റോഡും സൂപ്പർ മോട്ടോയും കാണാൻ പറ്റും. ബാക്ക് അടിച്ച് ബൈക്ക് ഇൻഫോ നിൽക്കുവാണെങ്കിൽ നമുക്ക് എഞ്ചിൻ ടെമ്പറേച്ചർ, റേഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ബാക്ക് അടിച്ച് ഞാൻ താഴെ പോയി സെറ്റിങ്സ് നോക്കുവാണെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞു ക്വിക്ക് ഷിഫ്റ്റ് ലൈറ്റ്, നമുക്ക് ഷിഫ്റ്റ് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ ലൈറ്റ് സാധാരണ RPM ലിമിറ്റ് എത്തുമ്പോഴാണ് ബ്ലിങ്ക് ചെയ്യുന്നത്. നമുക്കത് മാറ്റിയിട്ട് വേണമെങ്കിൽ പ്രീവിയസ്ലി കുറച്ചും കൂടി ഒരു സിറ്റി ഫ്രണ്ട്ലി യൂസിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഒരു 6000 RPM സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, ഇപ്പോൾ അവൈലബിൾ അല്ല, കാരണം എനിക്കൊണ്ട് സർവീസ് എന്തൊക്കെ വേണമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അതാണ് കൺസോള്. അത്യാവശ്യം വേണ്ട ഇൻഫോർമേഷൻ എല്ലാം കൺസോൾ കാണിക്കുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, LCD IP, വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാം കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ പില്ലിങ് കംഫോർട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയതിനെ വെച്ച് കമ്പയർ ചെയ്തിട്ട് പില്ലിൻ്റെ സീറ്റ് അറൗണ്ട് ഒരു 100 mm കൂടിയിട്ടുണ്ട്, ഐ മീൻ ലെങ്ത്ത് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പില്ലിയനും അത്യാവശ്യം സുഖമായിട്ടിരിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഗ്രാപ്പറിൽ വരുന്നതുകൊണ്ട് കുറച്ചും കൂടി ഈസിയറാണ് പിടിച്ചിരിക്കാനായിട്ട്. പിന്നെ ടയേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ 401 ഒരു പിർലി ടയേഴ്സൊക്കെ കൊണ്ടുവന്നു. പക്ഷേ എന്താ പറയുക, നമ്മുടെ 50ക്ക് അങ്ങനെ പിർലി ടയേഴ്സ് ഒന്നുമില്ല. MRFൻ്റെ റെഫ്സി റേഡിയൽ ടയേഴ്സാണ് വരുന്നത്. ഫ്രണ്ടിലൊരു 110 സെക്ഷൻ ടയറും 17 അലൈസാണ്, ബാക്കിലാണെങ്കിൽ ഒരു 150 സെക്ഷൻ ടയർ 15 അലൈസാണ്. പിന്നെ മൊത്തത്തിൽ കൊള്ളാട്ടോ, നല്ല റോഡ് പ്രസൻസ് ഉണ്ട്. മൊത്തത്തിലുള്ള ലുക്ക് ഞാൻ വേണമെങ്കിൽ ഡ്യൂക്ക് 250 കൂടി സൈഡിലിട്ട് ഒരു സൈഡ് ബൈ സൈഡ് കാണിച്ചു തരാം. നമ്മുടെ പുതിയ ഡ്യൂക്ക് 250 പുതിയ ഹുസ്ക്വറിനെ കൂടെ ഒരുമിച്ചിട്ടേക്കുവാണ്. കാണുമ്പോൾ ഡ്യൂക്ക് 250 ഭയങ്കര തെറിച്ചിരിക്കും കേട്ടോ എൻ്റെ മോനെ, എസ്പെഷ്യലി വൈറ്റ് കളേഴ്സിൽ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ചേഞ്ചസ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ആ കിറ്റിന് താഴെ എല്ലാം സെയിമാണ്. നിങ്ങൾ നോക്കിയാൽ ആ ഷാസ് സെയിമാണ്, ആ ഒരു സ്വിങ്ങാം സെയിമാണ്. പിന്നെ 2 അണ്ടർബെൽ എക്സോസ് ആണ്. പിന്നെ ആ ഒരു അലുമിനിയം സ്വിങ്ങാമും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. എസെൻഷ്യലി നോക്കുവാണെങ്കിൽ സെയിം ആണ്, ഒരു വ്യത്യാസമില്ല. ഞാൻ വേണമെങ്കിൽ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ രണ്ടും കൂടി ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൺസോൾ കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. ഇത് കുറച്ചും കൂടി ഫ്ലാഷിയറാണ്. ഇതിൻ്റെ ഡിസൈനൊക്കെ നോക്കുവാണെങ്കിൽ ഡ്യൂക്ക് 250 ഭയങ്കര ഫ്ലാഷിയറാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി തെറിച്ചിരിക്കുന്ന ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്യൂക്ക് 250 നോക്കാം. അല്ല നിങ്ങളൊരു സട്ടിലായിട്ടുള്ള ആളാണ്, നിങ്ങൾക്ക് അത്ര ലുക്കൊന്നും വേണ്ട, മീൻസ് ഒരുപാട് അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്ന ലുക്കൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹുസ്ക്വറിനെ യൂസ് ചെയ്യാം. പിന്നെ ഫെൻഡേഴ്സൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ രണ്ടിൻ്റെ. വാവ്,
ഐ തിങ്ക് ഡ്യൂക്ക് 250 ഇവിടെ ഹെഡ് ഒരു രക്ഷയില്ല, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഡ്യൂക്ക് 390 നൈസാണെന്ന് തോന്നുന്നത്. ഡ്യൂക്ക് 390 ഈ ഒരു കണ്ടോ യാ. അപ്പോൾ നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കാം, എന്നിട്ട് ഓടിച്ചിട്ട് അതിൻ്റെ വ്യത്യാസം കാണുമെന്നും പറഞ്ഞുതരാം. വലിയ വ്യത്യാസമൊന്നുമില്ല ഡ്യൂക്ക് 250 ആയിട്ട്, പക്ഷേ എന്നാലും ആ ഒരു ഇത്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി ആ പേര്. പഴയ വിപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസ് ആയിരുന്നു വന്നിട്ടിരുന്നത്. അതായത് വിറ്റ് ആ വി എന്ന് പറഞ്ഞാൽ മതി, വി മീൻസ് ക്ലിപ്പ് ഓൺ. സ്മാർട്ട് പിൽ എന്ന് പറഞ്ഞാൽ എസ് വരുവാണെങ്കിൽ അത് ഹാൻഡിൽ ബാർ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ രണ്ടിനും ഹാൻഡിൽ ബാറാണ് വരുന്നത്. പക്ഷേ ഇത് കുറച്ചും കൂടി സ്പോർട്ടിയറാണ്. ഒട്ടും അൺകംഫർട്ടബിൾ അല്ല, പക്ഷേ സ്ട്രൈറ്റ് ഇരിക്കുവാണെങ്കിൽ ഇങ്ങനെ തന്നെ. ഇത് കുറച്ച് സ്പോർട്ടിയറാണ്. അപ്പോൾ നമുക്ക് എടുത്തിട്ട് അവരുടെ വിശേഷം കാരണം പറഞ്ഞുതരാം. വാവ്, പിന്നെ ഫുഡ് പാക്സ് ഒക്കെ എൻ്റെ നേരെ കാല താഴെയാണ് കേട്ടോ. വാവ് മാൻ. പിന്നെ വണ്ടി പ്രീവിയസ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അറൗണ്ട് ഒരു 1 kg വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. അത് നോട്ടീസ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് നോട്ടീസ് ചെയ്യും. നല്ല വ്യത്യാസമുണ്ട്. പിന്നെ ക്ലച്ചൊക്കെ എടുത്ത് പറയണമല്ലോ, നല്ല രസമാണ്. പിന്നെ പലർക്കുള്ള ചോദ്യമാണ് വണ്ടി DOC മാറി SOC ആയപ്പോഴത്തേക്കും വണ്ടിയുടെ പെർഫോമൻസ് വല്ല കുറവുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ കുഴപ്പമൊന്നും വന്നിട്ടില്ല. എക്സോസിനോട് ഏൽപ്പിക്കാനാവണ്ട അല്ലേ? ഓ മാൻ, ഫസ്റ്റ് ഇംപ്രഷൻ എന്താ പറയുക, എന്ത് രസം വണ്ടി ഓടിക്കാൻ. ബൈക്ക് ഫീൽസ് എ നോട്ട് നിംബ്ലർ ദാൻ ദി ഡ്യൂക്ക് 250. ഓ പിന്നെ വണ്ടിയുടെ സൈസൊക്കെ നോക്കി. ഓ ഇവിടെ ഒരു ചെയറിട്ട് കഴിഞ്ഞാൽ 2 പേർക്ക് കൊടുന്ന് ഫുഡ് അടിക്കാം. എന്തോ ഒരു ഫ്ലാറ്റ് സർഫസാന്ന് നോക്കി. ഓ മാൻ. പിന്നെ ഓടിക്കാൻ എങ്ങനെയുണ്ട്, നല്ല രസമുണ്ട്. ഡ്യൂക്ക് 250 കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഹാൻഡിൽ ബാർ ഞാൻ പറഞ്ഞു ഭയങ്കര അപ്രൈറ്റ് അല്ല, ചെറിയൊരു സ്പോർട്ടിനെസ് ഉണ്ട്. എന്നാൽ അൺകംഫർട്ടബിൾ അല്ല. നിങ്ങൾക്ക് കുറച്ചും കൂടി ഇറങ്ങി കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇത് ഇങ്ങനെയൊക്കെ ഇരിക്കാം. ഞാൻ ഇരിക്കണ പോലെ സ്പോർട്ടി ആയിട്ടിരിക്കാം. കയറി നിന്ന് കഴിഞ്ഞാൽ നിവർന്നു ഇരിക്കാം. കാരണം ഫ്ലാറ്റ് സീറ്റാണ് വണ്ടിക്ക് വരുന്നത്, വിച്ച് ഈസ് റിയലി നൈസ് ഐ തിങ്ക്. പിന്നെ എന്താ പറയുക, നല്ല രസമുണ്ട് കേട്ടോ ഓടിക്കാനായിട്ട്. എനിക്ക് ഹസ്ക്വറിനെ പണ്ടേ ഇഷ്ടമാണ്, ഓടിക്കാൻ നല്ല രസമാണ്. പക്ഷേ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഒരു സൈസിൻ്റെ ഇഷ്യൂ ആയിരുന്നു. അതൊക്കെ ഇപ്പോൾ ഒരു സോർട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടി അത്യാവശ്യം നല്ല സൈസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. മാൻ പൊളി, ഒന്ന് വലിപ്പിച്ചാലോ. ഓ മാൻ, ക്വിക്ക് ഷിഫ്റ്റർ ഇസ് വർക്കിംഗ് ബ്രില്യൻ. നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നറിയില്ല, ഞാൻ ക്വിക്ക് ഷിഫ്റ്റർ അടിച്ചാൽ പോയത്. നല്ല രസമുണ്ട്. പിന്നെ കൊള്ളാട്ടം മൊത്തത്തിൽ ഓടിക്കുമ്പോൾ നോക്കി. ഓ മാൻ, ദ ഫ്ലിക്കബിലിറ്റി. ഇതെന്താ ഉറപ്പിക്കുന്നത് അറിയാനേ, നമ്മുടെ ഫസ്റ്റ് ഡ്യൂക്ക് 200 ഇല്ലേ, അത് ഫ്ലിക്ക് ചെയ്യുന്നൊരു എബിലിറ്റി ഇല്ലേ ഇത്. ഓ മാൻ, ബ്രില്യൻ സ്റ്റഫ്. പൊളി മാൻ. ശരിക്കും ആ ഒരു പഴയ ഡ്യൂക്കിയാണ് എനിക്ക് ശരിക്കും ഓർമ്മ വരുന്നത്. പിന്നെ ഡ്യൂക്ക് 250 എഞ്ചിൻ പൊതുവെ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു വളരെ ചാട്ടിക്കടിക്കണം, അല്ലെങ്കിൽ ഭീകര പവറുള്ള 250cc എഞ്ചിനൊന്നുമല്ല. യെസ്, ദിസ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ 250 യു ക്യാൻ ബൈ. ബട്ട് ഞാൻ പറഞ്ഞു ഇതിൻ്റെ പവർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതായത് നമ്മളൊരു സാധാരണ പോലെ ഷിഫ്റ്റൊക്കെ ചെയ്ത് ഇങ്ങനെ ഓടിക്കുവാണെങ്കിൽ കണ്ടോ, പയ്യെ നല്ല ഡീസൻ്റാണ്, ഒരു കുഴപ്പമില്ല, നല്ല സുഖമായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. അല്ല നിങ്ങൾ വലിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെക്കൻ അതിനനുസരിച്ച് റെസ്പോൺസ് ചെയ്തോളും. അപ്പോൾ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റിയുള്ള വണ്ടിയാണ്. നിങ്ങൾ ഓടിക്കുമ്പോൾ ശരിക്കും ആ ഒരു ക്യാരക്ടർ ചേഞ്ച് മനസ്സിലാവും. അതുകൊണ്ട് നമുക്ക് ഒന്ന് ക്വിക്ക് ഷിഫ്റ്റർ അടിച്ച് നോക്കാം. ഓ മാൻ, സ്ലിപ്പർ ക്ലച്ച് ഇസ് വർക്കിംഗ് ബ്രില്യൻറ്റ്. കോർണർ എടുത്ത് നോക്കാം. ഓ മാൻ, ഇപ്പൊ കിടന്നാണ്, ഇപ്പൊ പെട്ടിയിലായാനെ. മാൻ, സ്വിച്ച് ഗിയർ ക്വാളിറ്റി ഒരു രക്ഷയില്ല, വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ കാണാനായിട്ട്. ഓ പൊള്ളി, എനിക്കിഷ്ടമായി. നല്ല രസമുണ്ട്, നല്ല ഫണ്ണാണ് ഓടിക്കാനായിട്ട്. നോക്കി, നല്ല ഫണ്ണാണ് ഓടിക്കാനായിട്ട്. നിങ്ങളൊന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കുക. പിന്നെ വണ്ടിയുടെ പ്രൈസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഹുസ്ക്വറിനൊക്കെ ആണെങ്കിൽ 250ക്ക് ആണെങ്കിൽ നമുക്കിപ്പോൾ 2.82 lakhs ഓൺ റോഡ് വരുന്നുണ്ട്. നമ്മുടെ ഡ്യൂക്കിനാണെങ്കിൽ 3.11 ഓൺ റോഡ് വരുന്നുണ്ട്. അപ്പോൾ ഒരു 20,000, ഐ മീൻ 20 അല്ലല്ലോ, ഒരു 30,000 rupees ഡിഫറൻസ് ഉണ്ട്. പക്ഷേ 30,000 rupees ഡിഫറൻസ് ഞാൻ കാണിച്ചു തന്നു, വിഷ്വലുള്ള ഡിഫറൻസ് ആണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ബോത്ത് ആർ എന്താ പറയുക, സെയിം എന്ന് വേണമെങ്കിൽ പറയാം. Wow man, brilliant stuff. Oh man, I'm in love with this motorcycle already. It's really good. I mean, it's really good. When you push it, it's become a really different animal. ശരിക്കും കോർണേഴ്സിലൊക്കെ നോക്കുവാണെങ്കിൽ ഈ വണ്ടി അടിപൊളിയായിരിക്കും. ഓ
Oh man, I'm in love with this motorcycle, man. Oh man, turn in radius is brilliant കേട്ടോ. നല്ല കംഫർട്ടബിൾ ആണ് വണ്ടി. അതാണ് ഞാൻ ആദ്യം നോട്ടീസ് ചെയ്തത്. കംഫർട്ടബിളും ആണ് വണ്ടി. നമുക്കൊരു കോൺഫിഡൻസ് വരുന്നുണ്ട് വലിപ്പിച്ചോ എന്നുള്ള രീതിയിൽ. പിന്നെ അത്യാവശ്യം പവറൊക്കെ ഉണ്ട് കേട്ടോ. വണ്ടി അറൗണ്ട് 160 അടുത്ത് കയറും എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല കേപ്പബിൾ ആയിട്ടുള്ള മോട്ടോർസൈക്കിളാണ്. അപ്പോൾ എന്നാലും ബിഗിനർ ഫ്രണ്ട്ലി ആണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡ്യൂക്ക് 2 കൊണ്ടുവന്നാലും കുറച്ചും കൂടി ബിഗിനർ ഫ്രണ്ട്ലി ആണ് ഡ്യൂക്ക് 250 എന്ന് പറയുന്നത്. നല്ല ബിഗിനർ ഫ്രണ്ട്ലി ആണ്. ഓ മാൻ, അയ്യോ ഞാൻ വന്ന വഴി മറന്നു പോയല്ലോ. ഓ ഈ വഴി തന്നെ. ഷുട്ട് അടിച്ചാലോ ഒന്ന്. ഓ മാൻ, ബ്രേക്കിംഗ് ഈസ് ബ്രില്യൻറ്റ്. ഓ ബ്രേക്കിംഗ് ഈസ് ഗുഡ്. ബ്രേക്കിംഗ് കൊള്ളാം കേട്ടോ. ബ്രേക്കിംഗ് കൊള്ളാം. ബ്രേക്കിംഗ് ഈസ് ഗുഡ്. ഇതെന്തേ കാണിക്കണേ? ഓ മാൻ, പൊളി. ബ്രേക്ക് ചെയ്ത് നോക്കാം. പൊളി വണ്ടി. എത്ര പെട്ടെന്ന് ഈ വഴി കൂടെ 100 വരെ നോക്കി. ഗോഡ്. അപ്പോൾ ഗായ്സ്, അത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ, ചിയേഴ്സ്. അപ്പോൾ ഗായ്സ്, നമുക്ക് ചെറിയ ഫിനാൻസ് സ്കീം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് ഓൺ റോഡ് വരുന്നത് 2,88,000 രൂപയാണ്. നമുക്കൊരു 55 അടയ്ക്കുവാണെങ്കിൽ ഇറക്കാം. 55 അടയ്ക്കുവാണെങ്കിൽ നമുക്കൊരു മന്ത്ലി ഒരു 4 വർഷത്തേക്കാണെങ്കിൽ നമുക്കൊരു 7,000 വെച്ച് അടയ്ക്കേണ്ടി വരും. നിങ്ങൾ 3 വർഷത്തെയാണ് നോക്കുന്നതെങ്കിൽ 8,300 അടയ്ക്കേണ്ടി വരും. 5 ഇയർ നോക്കേണ്ടതെന്ന് ഞാൻ പേഴ്സണലി പറയുള്ളൂ. കാരണം ശരിയാണ്, പേയ്മെൻറ്റ് കുറയും. ഒരു 6,800 വന്ന് നിൽക്കും. പക്ഷേ എൻ്റെ മോന് ഇൻട്രസ്റ്റ് അടിച്ച് നിങ്ങളൊരു പരിവും. അപ്പോൾ മാക്സിമം 3 ഇയർ ഓപ്റ്റ് ചെയ്യുക. അത് പറ്റുള്ളെങ്കിൽ 4 ഇയർ ഓപ്റ്റ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഐ തിങ്ക് 5 ഇയർ ആകുമ്പോൾ കുറച്ചും കൂടി കുറയും കേട്ടോ. 6,800 പോരാ, അതിലും താഴെ വരും. എനിക്കിവിടെ ഒരു 6,000 ആ ലെവൽ, 6,100 ആ ലെവലിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ വേറെ വണ്ടികളൊക്കെ കാണിച്ചു തരാം. നമുക്ക് ഡ്യൂക്ക് 250 ഉണ്ട് നമ്മുടെ വണ്ടി. നമ്മുടെ മുത്ത് സ്കോറിനുണ്ട്. പിന്നെ അതെ നമ്മുടെ RC ഉണ്ട് കേട്ടോ. പലരും ചോദിക്കാറുണ്ട് എന്താണ് RC കൊണ്ട് ചെയ്യാത്ത, എന്തെങ്കിലും വിരോധം ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. വിരോധമൊന്നുമില്ല, വണ്ടി കിട്ടാനില്ല, അതാണ് പ്രശ്നം. വണ്ടി കാണാൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവം വണ്ടി ഇറങ്ങിയിട്ട് 2 കൊല്ലത്തിൽ മേലെ. ബട്ട് ഐ സ്റ്റിൽ എന്താ പറയുക, ഇതായിട്ട് അങ്ങോട്ട് സെറ്റാണുള്ള. എന്നാലും കുഴപ്പമില്ല കേട്ടോ. എന്നാലും എന്തൊക്കെയോ തകരാറുള്ളവരെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു വയ്ക്കാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും RC കൊണ്ടുവരുന്ന വീഡിയോ ആണെന്നുണ്ടെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ നമുക്ക് വേറെ വണ്ടി ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടാം. RC കൊണ്ടുവരുന്ന വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടാം, ഞാൻ ചെയ്യാം.